ആദ്യത്തേത് ഇതുപോലൊരു നാരങ്ങ ഉപയോഗിച്ച് ചെയ്യുന്നൊരു സൂത്രപ്പണിയാണേ. അപ്പോൾ നമ്മൾ നാരങ്ങ ഇതുപോലൊന്ന് മുറിച്ചെടുക്കുവേ. കണ്ടോ, ഇതുപോലെ ദേ രണ്ടായിട്ടിങ്ങനെ മുറിച്ചെടുക്കും. അങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതൊരു ഏതെങ്കിലും ഒരു പാത്രം മതി. എന്നിട്ട് നമുക്ക് ഈ നാരങ്ങയുടെ നീര് ഇതുപയോഗിച്ചൊന്ന് പിഴിഞ്ഞെടുക്കാവേ. അപ്പോൾ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും നീര്. കണ്ടോ, ഇതുപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്തേക്ക് ഇത്രയും തന്നെ ഇതുപോലെ, ഇത് വിനിഗറാണേ, അത്രയും തന്നെ നമ്മൾ വിനിഗർ ഉപയോഗിച്ച് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കണ്ടോ, ഇങ്ങനെ നല്ല പോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതേപോലുള്ള ഇതുണ്ടോ, ഇതൊരു ഈ വെള്ളമൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയുടെ ഒരു അടപ്പാണേ. അപ്പം ഇങ്ങനെയുള്ള അടപ്പുകളിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ പാറ്റയും പല്ലിയും കൂടുതൽ കാണുന്ന സ്ഥലം, ജനലരികിലോ അതുപോലെ കിച്ചൺ കബോർഡിൻ്റെയൊക്കെ അടിയിൽ നല്ലോണം വെളിച്ചം കിട്ടാത്ത സ്ഥലങ്ങളില്ലേ, അങ്ങനെയുള്ളിടത്തൊക്കെയാണ് പാറ്റയും പല്ലിയും ഒക്കെ കൂടുതലായിട്ട് കാണുന്നതും പെറ്റുപെരുകുന്നതും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഒഴിച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി, അവരവിടുന്ന് ഓടി മാറിക്കോളും. അങ്ങനെ നമുക്ക് പാറ്റയുടെയും പല്ലിയുടെയും ശല്യം ഇല്ലാതായി കിട്ടും.